ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ടതാണ് നൂഡിൽസ്. എപ്പോഴും നമ്മൾ സാധാരണ നൂഡിൽസ് ഉണ്ടാക്കിയാണ് കൊടുക്കുന്നത്. നമുക്കൊരു വെറൈറ്റി ആയിട്ട് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് നൂഡിൽസ് കട്ട്ലേറ്റ് ഉണ്ടാക്കി കൊടുത്താലോ? നമുക്കെന്നാൽ ഇന്ന് നൂഡിൽസ് കട്ട്ലേറ്റ് ഉണ്ടാക്കി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം. നിങ്ങൾ ആദ്യമായി എൻ്റെ ചാനൽ കാണുമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണേ. അതല്ല, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമെങ്കിൽ പ്ലീസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. ഇതുപോലെ പുതിയ പുതിയ വെറൈറ്റി ഐറ്റംസൊക്കെ ഞാൻ ഉണ്ടാക്കുന്നത് നിങ്ങൾക്കത് കാണാൻ പറ്റും. ഞാൻ ഒരു പാക്കറ്റ് നൂഡിൽസ് വേവിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്തൊരു ബൗളിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് കുറച്ച് വെള്ളം തിളയ്ക്കുമ്പോൾ ഒരു പാക്കറ്റ് നൂഡിൽസ് പൊട്ടിച്ചിടുക. അതിലോട്ട് ശകലം എണ്ണ ഒഴിച്ച് കൊടുത്ത് ഒരു 5 മിനിറ്റ് മതി ഇതിനെ വേവിച്ചെടുക്കാൻ. അങ്ങനത്തെ നൂഡിൽസാണ് ഇതൊരു പാക്കറ്റ്. ഇത് ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു വലിയ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ചു വെച്ചേക്കുന്നതാണ്. അതുപോലെ ഒരു വലിയ ക്യാരറ്റിൻ്റെ പകുതി ക്യാരറ്റ്, ഒരു ചെറിയ സവാള, ഒരു പച്ചമുളക്, ഇത്രയും കൂടെ ഞാൻ ചോപ്പറിലിട്ട് അരച്ചും കൊണ്ട് വന്നതാണ്, ചോപ്പ് ചെയ്തുകൊണ്ട് വന്നത്. ഇതും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് ഞാൻ 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുകയാണ്. അര സ്പൂൺ മഞ്ഞൾപ്പൊടി, അര സ്പൂൺ ചെറുജീരകം, നല്ല ജീരകം ഉണ്ടല്ലോ, അത് പൊടിച്ചതാണ്, ചെറിയ സ്പൂണിൽ അര സ്പൂണ്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് കുറച്ചിട്ട് കൊടുത്താൽ മതി. ഞാനിവിടെ നൂഡിൽസ് മസാല ഇടുന്നുണ്ട്. ഇച്ചിരി കുറച്ചിട്ടിട്ട് നമുക്ക് പിന്നെ അത് നോക്കാം. നൂഡിൽസിൻ്റെ ഒരു മസാല പൊട്ടിച്ച് ഞാൻ അതുകൂടി ഇതിനകത്തോട്ടിടുകയാണ്. ഇത് നമുക്ക് നല്ലതായിട്ട് അങ്ങ് മിക്സ് ചെയ്യാം. നമുക്കിത് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യണം, കാരണം ഇതിലെ നൂഡിൽസ് പൊടിഞ്ഞ് കിട്ടുമ്പോൾ നമുക്ക് കൈ കൊണ്ട് നല്ലതായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിതിങ്ങനെ കുഴച്ചും കൊണ്ട് വന്നിട്ടുണ്ട്. ഞാൻ ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ മൈദയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. മൈദ ഇട്ട് കൊടുക്കുമ്പോൾ ഒരു നല്ല മുറുക്കം കിട്ടും. അതും കൂടി ഇട്ട് നമുക്ക് നല്ലതായിട്ട് അങ്ങ് മിക്സ് ചെയ്യാം. നൂഡിൽസിനെ മിക്സ് നല്ല കുഴച്ച് കൊണ്ട് വന്നിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലോട്ട് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. അതിലോട്ട് 1 ടേബിൾ സ്പൂണും കുറച്ചും കൂടെ ഞാൻ നിറച്ചാണ് എടുത്തത്, 1.5 ടേബിൾ സ്പൂൺ മൈദ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അതിലോട്ട് ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു കോട്ടിങ്ങിന് വേണ്ടിയാണ് മിക്സ് ചെയ്തിട്ട് വെള്ളം ഒഴിച്ചതിനെ കലക്കിയെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിതിനെ കലക്കിയെടുക്കാം. നമ്മൾ കട്ട്ലേറ്റിനൊക്കെ ഞാൻ നേരത്തെ ചീര കട്ട്ലേറ്റ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ ഇത് കലക്കുന്നത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതേ രീതിയിൽ നമുക്കിതൊന്ന് ലൂസായിട്ട് കലക്കിക്കൊണ്ട് വരാം. ഞാൻ കോട്ടിങ്ങിനുള്ള മൈദയെല്ലാം ഈ ഒരു ലൂസിലാണ് കലക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. അതുപോലെ ഞാൻ ഒരു പാക്കറ്റ് നൂഡിൽസ് ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ ഒടിച്ച് എടുത്തതാണ്. അതൊരു പ്ലേറ്റ് തയ്യാറാക്കിക്കൊണ്ട് വെച്ചിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ കയ്യിലോട്ട് നമുക്കൊരു എണ്ണ ഒഴിച്ച് നമുക്ക് തേച്ച് കൊടുക്കാം കയ്യിലോട്ട്. എന്നിട്ട് നമുക്ക് ഇതിൽ നിന്ന് ഒരു ബോള് നമുക്കെടുക്കാം. എന്നിട്ട് മറ്റേ കയ്യിൽ വെച്ച് നല്ലതായിട്ട് ഉരുട്ടി കൊടുക്കാം. എന്നിട്ട് നമുക്കിതിനെ കട്ട്ലേറ്റ് പോലെ നമുക്കിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഷേപ്പൊക്കെ കറക്റ്റാക്കി പിന്നെ അങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഈ കോട്ടിങ്ങിലോട്ട് നമുക്ക് ഡിപ്പ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഈ നൂഡിൽസിലോട്ട് അങ്ങനെ നമുക്ക് ഈ രീതിയിൽ നമുക്ക് കട്ട്ലേറ്റെല്ലാം ഇങ്ങനാക്കി എടുക്കാം.
ഞാൻ ഓയിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഈ കട്ട്ലേറ്റിന് പിടിച്ചുകൊണ്ട് വന്നത് ഓയിലിനകത്ത് ഇടുകയാണ്. നമുക്കിത് ഓരോന്നും ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കിതിനെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിത് വറുത്ത് കോരി എടുക്കാം.